ഷംസുദ്ദീൻ SDRFന്റെ ഭാഗമാണോ? HSDF ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം കേരള. ഓക്കെ, ഇപ്പൊ സംഭവ സ്ഥലത്തുണ്ടോ? ആക്ച്വൽ റെസ്ക്യൂ മിഷൻ നടക്കുന്ന സ്ഥലത്തുണ്ടോ? അതെ സാർ. ഓക്കെ, ഇപ്പോൾ എന്താ നടക്കുന്നത് ഷംസുദ്ദീൻ? നമ്മൾ രാവിലെ 6 മണിക്കാണ് ഇവിടെ എത്തിയത്. 6 മണി മുതൽ ഈ നേരം വരെ ഉണ്ട്. ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇപ്പോഴാണ് 6 മണിക്ക് എത്തിയതിനു ശേഷം ചായ കുടിക്കാൻ വേണ്ടി ഇപ്പോഴാണ് ഒന്ന് ജസ്റ്റ് ഒന്നുകൂടി മാറി നിൽക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത് ഷംസുദ്ദീൻ? നേരത്തെ നമ്മൾ ആർമി നമ്മളെ ബ്രീഫ് ചെയ്തിരുന്നു. ആ ബ്രീഫ് ചെയ്തതിനനുസരിച്ച് സ്കൂബ വിഭാഗം അവിടേക്ക് പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ഒപ്പം തന്നെ ആ മൺകൂനയിൽ ഒരുപക്ഷെ പരിശോധന നടത്തിയേക്കാം, പുഴയുടെ വക്കിലും പരിശോധന നടത്തിയേക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലായത് ഷംസുദ്ദീൻ, ഇതുവരെ നടന്ന കാര്യങ്ങൾ? അരുൺ സാറേ, ഇന്നലെ രാവിലെ മുതൽ ഒരു ഭാഗത്തുള്ള മണ്ണുകൾ കംപ്ലീറ്റ് എടുത്ത് മാറ്റി. ഏതാണ്ട് ഒരു 15-20% മണ്ണുകൾ ബാക്കിയുണ്ടായിരുന്നു. അതും കൂടി ഇന്ന് രാവിലെ മുതൽ എടുത്ത് ഒരു ഭാഗത്ത് മാറ്റിയിട്ടുണ്ട്. ഈ പുഴന്റെ സൈഡിലേക്കുള്ള ഭാഗത്തുള്ള മൺകൂണയിൽ ഇന്ന് ഇപ്പോൾ റഡാർ സംവിധാനം ഉപയോഗിച്ച് മിലിറ്ററിന്റെയും NDRFന്റെയും റഡാർ സംവിധാനം ഉപയോഗിച്ച് അവിടെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഒരാൾ ആഴത്തിൽ മണ്ണെടുത്തിട്ട് അവിടുന്ന് ഒരു ചെറിയൊരു സ്മെല്ല് വന്നിട്ടുണ്ട്. അവർ എന്തെങ്കിലും ഒന്ന് മെറ്റൽ ടൈപ്പ് ഉണ്ടെന്നാണ് അവർ ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് നന്നായിട്ട് ഏതാണ്ട് ഒരു 2 ആൾ പൊക്കത്തിലുള്ള മണ്ണ്, ഒരു 50 മീറ്റർ നീളത്തിലുള്ള മണ്ണ് കംപ്ലീറ്റ് ഒരു 6 JCB, ഇറ്റാച്ചി, JCB, ഒരു 5-8 ട്രിപ്പർ ഉപയോഗിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പുഴയുടെ കരയ്ക്ക് നമ്മൾ നേരത്തെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുത്ത് മണ്ണിട്ട് ഉയർത്തിയ ഭാഗത്തെ മണ്ണാണ് ഇപ്പോൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഷംസുദ്ദീൻ കേൾക്കുന്നുണ്ടോ? നമ്മൾ നേരത്തെ ഇടതുവശത്തുനിന്ന് മണ്ണെടുത്ത് വളരെ പെട്ടെന്ന് നമ്മുടെയൊക്കെ നിർബന്ധപ്രകാരം തന്നെയാണ് അത് വലത്തേക്ക് മാറ്റിയിരുന്നു. ഈ പുഴയുടെ സൈഡിലേക്ക് മാറ്റി വളരെ പെട്ടെന്ന് ഇട്ടിരുന്നു മണ്ണ് നീക്കുന്നതിന്. ആ ഭാഗത്താണോ ഇപ്പോൾ മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത്? അതെ സാറേ, നേരത്തെ മണ്ണ് പോയിന്റ് ഭാഗത്ത് ഒരു ഭാഗത്തുള്ള മണ്ണ് കംപ്ലീറ്റ് പോയിന്റ് ഭാഗത്ത് എടുത്തിട്ടിരുന്നു. ആ എടുത്തിട്ട മണ്ണ് വീണ്ടും അതൊരു മൺകൂനായി മാറി. അതാണ് ഇപ്പോൾ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം റോഡിന്റെ നിരപ്പിലേക്ക് എത്തിയിട്ടുണ്ടോ? റോഡിന്റെ ഒരു ഭാഗം ഒരു 10-15 മീറ്ററോളം റോഡിന്റെ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അവിടുന്ന് ഒരു 10-50 മീറ്ററോളം ഇനിയും നേരെ മണ്ണ് 2 മണ്ണ് എടുത്ത് മാറ്റാനുണ്ട്. അതായത് ഏകദേശം ഒരു 16-20 അടിയോളം താഴ്ചയിൽ മണ്ണെടുക്കാനുണ്ട് ആ റോഡിന്റെ വക്കിൽ അല്ലേ? അതെ സാറേ, ഏതാണ്ട് ഇപ്പോൾ പറയുന്നത് പിന്നെ 20-25 ഫീറ്റ് 30 ഫീറ്റ് അടിയിലേക്ക് ആണ് മണ്ണ് വീണതെന്നാണ് പറയുന്നത്. അത്ര ആഴമുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അത്രയും ആഴത്തിലാണത് കിടക്കുന്നതെങ്കിൽ രണ്ടാമത്തെ ഒരു സാധ്യത, ഇപ്പോൾ സ്കൂബ ഡൈവേഴ്സ് ഈ നേവിയുടെ ഈ പുഴയുടെ നടുക്കോട്ടാണ് അവർ പോകുന്നത്. എനിക്കൊന്നും അവർ ആ മൺകൂന മുതൽ ഇങ്ങോട്ടുള്ള ഭാഗമായിരിക്കുമല്ലോ അവർ പരിശോധിക്കുക സ്കൂബ ഡൈവേഴ്സ്. സാറേ, മറ്റൊരു കാര്യമുണ്ട്. ഇന്നലെ നമ്മൾ കണ്ട മഴവെള്ളം ഇന്നില്ല. ഇന്ന് ഒരുപാട് പുഴയിൽ വെള്ളം വളരെ കുറഞ്ഞിട്ടുണ്ട്. സ്കൂബ ടീം ഇന്നലെ ഇറങ്ങിയ സമയത്ത് നല്ല രീതിയിൽ അവർ വിചാരിച്ച രീതിയിൽ സെർച്ച് ചെയ്യാൻ അവർക്ക് പറ്റില്ലായിരുന്നു. അടിയിൽ നല്ല ഒഴുക്കുള്ളതുകൊണ്ട് ഇന്ന് കുറച്ച് ഒഴുക്ക് നന്നായി സാമാന്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. പക്ഷേ വെള്ളം വളരെ കുറവാണ്. നല്ല അത്ര വെള്ളമല്ല, ഒരുപാട് വെള്ളം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് അവരെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് പിന്നെ നമുക്ക് ഷംസുദ്ദീനെ അവരെ അകത്തേക്ക് കടത്തി വിട്ടിരുന്നോ നിങ്ങളുടെ സംഘത്തെ? അതെ, നമ്മൾ ഇന്നലെ സാറ് വന്ന് അതിനേക്കാട്ടും മുന്നേ ഞങ്ങൾ പോയിട്ടുണ്ട്. ഇന്നും അതിരാവിലെ ഞങ്ങളാണ് എത്തിയത്. അതായത് ഇന്നലെ ഞാൻ നുഴഞ്ഞു കയറിയതുപോലെ നിങ്ങൾക്ക് നുഴഞ്ഞു കയറാൻ പറ്റി അല്ലേ? അല്ല സാറേ, ഞങ്ങൾ നുഴഞ്ഞു കയറിയതല്ല. ഞങ്ങൾ പിന്നെ പോലീസുകാരുണ്ടായിരുന്നു. പോലീസുകാർ നമുക്ക് അനുഭവം തന്നു. പക്ഷെ അവരിപ്പോ നിങ്ങളോട് മാറാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ ഞങ്ങളോട് ഇതുവരെ പോലീസുകാർ മാറാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ സ്പോട്ടിൽ തന്നെയാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. ഓക്കെ, നിങ്ങൾ എത്ര പേരുണ്ട് ഷംസുദ്ദീൻ? ഞങ്ങളിപ്പം 10 ടീമാണ് ഇപ്പം നിലവിലുള്ളത്. ഓക്കെ, ഫൈൻ. അവരുടെ ഒരു പ്രധാനപ്പെട്ട ആശങ്കയായി പറഞ്ഞത് ഷംസുദ്ദീൻ, അവിടെ ഇന്നലെ കൂടുതൽ ആളുകൾ കൂടിയപ്പോൾ അവരിൽ ചിലരൊക്കെ സെൽഫി എടുക്കുകയും ചിലരൊക്കെ ദൃശ്യങ്ങൾ, നിങ്ങളല്ല കേട്ടോ, ബാക്കി ഉണ്ടായിരുന്ന പുറത്തുനിന്ന് വന്ന ചില ആളുകൾ കൂടി അവിടെ വന്ന് കയറി. അപ്പോൾ അവർ ആ രക്ഷാപ്രവർത്തനത്തിൽ ചിലരെങ്കിലും ഡിസ്റപ്റ്റ് ചെയ്തു എന്നാണ് ഇപ്പോൾ SP എന്നോട് സംസാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് ആർമിയും നേവിയും NDRFും കൂടി ചേർന്ന് സന്നദ്ധ പ്രവർത്തകരെ ഉപയോഗിക്കേണ്ടതില്ല തൽക്കാലം എന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെയാണ് അറിയിച്ചത്. സാറേ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ അവർക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ നമ്മൾ ഇത്രയും നേരം അവിടെ നിന്നതും നമ്മൾ അവരെ ആക്സെപ്റ്റ് ചെയ്തു. ഇന്ന് രാവിലെയും അവിടെ വരുന്ന വണ്ടികളെ നല്ല രീതിയിൽ പോകാനും വരാനുള്ള സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. നമ്മളെ വോളണ്ടിയേഴ്സ് തന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നിലവിൽ നമ്മുടെ മുമ്പിലുള്ളത് 2-3 സാധ്യതകളാണ്. ഇപ്പോൾ ഷംസുദ്ദീൻ പറഞ്ഞതനുസരിച്ചും നേരത്തെ ആർമിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടിയ സോഴ്സ് അനുസരിച്ചും അവിടെ കൂടുതൽ മെച്ചപ്പെട്ട ഉപകരണങ്ങൾ, എനിക്കൊന്നു സോനാർ സംവിധാനങ്ങളടക്കം കൂടുതൽ കൊണ്ടുവന്നുകൂടിയുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട് എന്നാണ്. മറ്റെന്തെങ്കിലും പുതിയ എക്യുപ്മെന്റ്സ് അവിടെ കാണുന്നുണ്ടോ ഷംസുദ്ദീൻ? പുതിയ എക്യുപ്മെന്റ്സ് ഇല്ല. ഇന്നലെ വന്ന ഒരു സ്റ്റിക്കർ, ഒരു സ്കാനർ സ്റ്റിക്ക് ടൈപ്പ് ഉണ്ടായിരുന്നു.
പിന്നെ നമ്മൾ തള്ളിക്കൊണ്ടുവന്ന ഒരു ടൈപ്പ് സ്കാനർ ഉണ്ടായിരുന്നു. അത് രണ്ടും ഉപയോഗിച്ചിട്ടാണ് തന്നെ ആയിരുന്നു ഇന്നും അവർ സെർച്ച് നടത്തിയത്. ഇന്ന് കൂടുതലായിട്ടും ആ സ്റ്റിക്ക് ടൈപ്പ് സ്കാനർ ഉപയോഗിച്ചിട്ടാണ് ഇന്ന് സെർച്ച് നടത്തിയത്. മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ടാണ് ഇന്ന് തെരച്ചിൽ നടത്തിയത്. ഇന്ന് ഏതാണ്ട് 2 മണിക്കൂറോളം രാവിലെ മുതൽ അതിരാവിലെ 7:30 ആകുമ്പോഴേക്കും ഇന്ന് സൈന്യം വന്നിട്ടുണ്ട്. സൈന്യം അവർ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഇന്ന് ചെയ്തിട്ടുണ്ട്. വളരെ സ്പീഡാണെന്ന് ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് സ്പീഡുണ്ട്. നമുക്കൊരു നല്ലൊരു പ്രതീക്ഷ നമുക്ക് കാണാൻ പറ്റും. ഷംസുദ്ദീൻ, എനിക്ക് തോന്നുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അർജുൻ്റെ ഫാമിലിക്ക് കൂടി വേണ്ടിയാണ് ഷംസുദ്ദീൻ ഇപ്പോൾ പറയുന്നത്. കേട്ടിട്ടുണ്ടാവും മഞ്ജുവും ഒപ്പം അർജുൻ്റെ അമ്മയും വളരെ നല്ല രീതിയിൽ തന്നെ വളരെ വേഗത്തിലാണ് കാര്യങ്ങൾ മാറുന്നത്. ഞാൻ അല്പസമയം മുമ്പ് നമ്മളുടെ ആർമി മേജറുമായി സംസാരിച്ചു, അഭിഷേകുമായി സംസാരിച്ചു. 3 കാര്യങ്ങൾ അവിടെ നടക്കുന്നു. സ്നിഫർ ഡോഗ് അവിടെ എത്തിയിട്ടുണ്ട്. ഈ സ്മെല്ലുള്ള ഭാഗത്ത് സ്നിഫർ ഡോഗിനെ ഉപയോഗിക്കുന്നു. സ്കൂബ സംഘം ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അവരിനി ആ ഭാഗത്ത് ഏകദേശം 100 മീറ്ററോളം ഭാഗത്തിൽ ശക്തമായ തെരച്ചിൽ നടത്തും. മൂന്നാമത്തത്, ഇപ്പോൾ നേരത്തെ ഷംസുദ്ദീൻ പറഞ്ഞ ഈ പുഴയുടെ തീരത്തുള്ള മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്ന ഭാഗത്തുള്ള മണ്ണെടുക്കുന്നതും നടക്കുന്നു. 3 കാര്യങ്ങളും അറ്റ് എ ടൈം ഒരേപോലെ നല്ല വേഗതയിൽ തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. പുഴ തെളിഞ്ഞിട്ടില്ലെങ്കിലും പുഴയുടെ ഒഴുക്കിൻ്റെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട്. അതും അനുകൂല ഘടകമാണ്. ഇന്നിപ്പോൾ ഒരുപാട് ഘടകങ്ങൾ നമുക്ക് അനുകൂലമായി വന്നിട്ടുണ്ട്. നമുക്ക് ആ സിസ്റ്റത്തിൽ വിശ്വസിച്ചു തന്നെ മുന്നോട്ട് പോകാം.